ഹായ് നമസ്കാരം, എല്ലാവർക്കും റൈറ്റേഴ്സ് IAS പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. നമ്മൾ നേരത്തെ ഇതുപോലെ പല സീരീസും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഏറ്റവും പുതിയ എപ്പിസോഡാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ശ്രദ്ധിച്ചോളൂ. ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ക്യാപിറ്റൽ ബജറ്റ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ? അതായത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്യാപിറ്റൽ ബജറ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള സെന്റൻസ് അല്ലെങ്കിൽ താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് നമ്മളുടെ ക്യാപിറ്റൽ ബജറ്റുമായിട്ട് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് ചോദ്യം. അതായത് ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ ഓൺ അക്വിസിഷൻ ഓഫ് അസറ്റ്സ് ലൈക്ക് റോഡ്സ്, ബിൽഡിംഗ്സ്, മെഷീനറി എറ്റ്സെട്ര. ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ഓൺ അക്വിസിഷൻ ഓഫ് അസറ്റ്സ്, അതായത് നമുക്ക് അസറ്റുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെലവുകൾ. അതുപോലെ ലോൺസ് റിസീവ്ഡ് ഫ്രം ഫോറിൻ ഗവൺമെന്റ്സ്, അതായത് നമ്മൾ വിദേശ സർക്കാരിൽ നിന്ന് ഗവൺമെന്റുകളിൽ നിന്ന് നമ്മൾ ലോൺ സ്വീകരിക്കുകയാണെങ്കിൽ ലോണ്. അതുപോലെ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഗ്രാൻഡഡ് ടു ദ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്, അതായത് നമ്മൾ ലോൺ കൊടുത്തിട്ടുള്ളത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോൺ കൊടുത്തിട്ടുള്ളത് അല്ലെന്നുണ്ട് സ്റ്റേറ്റിന് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ കൊടുത്തേക്കുന്ന ലോണുകൾ. ഇങ്ങനെ 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 3 കാര്യങ്ങളിനകത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് ക്യാപിറ്റൽ ബജറ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. നമുക്ക് ഈ 1, 2, 3 കൊടുത്തിരിക്കുന്ന 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങളിനകത്ത് ഏതൊക്കെയാണ് നമ്മളുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്യാപിറ്റൽ ബജറ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമ്മുടെ ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് ഏതാണ്? 1 only, 2 and 3 only, 1 and 3 only, 1, 2 and 3. ഇത്രയാണ് നമ്മളുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. നമുക്ക് മലയാളത്തിൽ ചെറിയൊരു ട്രാൻസ്ലേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് പോകാം. ഇനി പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ സർക്കാരിന്റെ മൂലധന ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ക്യാപിറ്റൽ ബജറ്റിന്റെ മലയാളമാണ് മൂലധന ബജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ മൂലധന ബജറ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റോഡുകൾ, കെട്ടിടങ്ങൾ, യന്ത്ര സാമഗ്രികൾ തുടങ്ങിയ ആസ്തികൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെലവ്. അത് ക്യാപിറ്റൽ ബജറ്റിനകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, നമ്മൾ നോക്കണം. രണ്ടാമത്തത് വിദേശ ഗവൺമെന്റുകളിൽ നിന്ന് ലഭിച്ച വായ്പകൾ. ഇപ്പൊ ഇന്ത്യ മറ്റൊരു രാജ്യത്ത് നിന്ന് നമ്മൾ ലോൺ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ ബജറ്റിനകത്താണോ വരുന്നതെന്ന് നമുക്ക് നോക്കണം. അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അനുവദിച്ച വായ്പകളും അഡ്വാൻസുകളും. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ്, ഇപ്പൊ യൂണിയൻ ഗവൺമെന്റ്, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് കേരളത്തിന് ഇപ്പൊ ലോൺ കൊടുക്കുകയാണ്. ആ കൊടുക്കുന്ന ലോൺ അനുവദിക്കുന്നത് നമ്മളുടെ മൂലധന ബജറ്റിലാണോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇതാണ് നമ്മളുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം മൂലധന ബജറ്റ് എന്താന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നേരെ അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ബജറ്റിന്റെ, ഒരു സർക്കാരിന്റെ, നമ്മുടെ യൂണിയൻ ബജറ്റിന്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ കമ്പോണൻസ് എന്ന് പറയുന്നത് ഇത്രയാണ്. ഈ പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ആ ഡയഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. നോക്ക്, നമ്മുടെ ബജറ്റിനെ നമ്മൾ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ബഡ്ജറ്റ് റിസീറ്റ്സ് ആൻഡ് ബജറ്റ് എക്സ്പെൻഡിച്ചർ. അപ്പൊ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ബജറ്റ് അല്ലെങ്കിൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റിലേക്ക് വരുന്നതും ചെലവാകുന്നതുമായ പൈസയുടെ ഒരു എസ്റ്റിമേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബജറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബജറ്റ് എന്ന് ഉൾപ്പെടുമ്പോൾ ആ ബജറ്റിനകത്ത് എന്തൊക്കെയായിരിക്കും പ്രധാനമായിട്ട് വരുന്നത്? ബജറ്റ് റെസീറ്റ്സ് വരുന്നുണ്ട് അല്ലെ, ബജറ്റിലേക്ക് വരുന്ന പൈസയും അതുപോലെ തന്നെ ബജറ്റിൽ നിന്ന് നമ്മൾ ചെലവാകുന്ന പൈസയും. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും ഒരു ബജറ്റിനകത്തുള്ളത്. അതാണ് ആദ്യത്തെ 2 കമ്പോണന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പൈസ വരുന്നു, പൈസ ചെലവാകുന്നു. ഇങ്ങനെ 2 ഭാഗങ്ങളാണ് ബജറ്റിനകത്തുള്ള പ്രധാന ഭാഗങ്ങൾ. അതുപോലെ തന്നെ ബജറ്റിന്റെ വരവുകളെ വീണ്ടും നമ്മൾ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിനെ റവന്യൂ റെസീറ്റ്സും ക്യാപിറ്റൽ റെസീറ്റ് എന്നും 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത്? റവന്യൂ റെസീറ്റ്സ്, ക്യാപിറ്റൽ റെസീറ്റ്സ്. അതായത് റവന്യൂ വരവുകളെന്നും അതുപോലെ തന്നെ ക്യാപിറ്റൽ വരവുകളെന്നും 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബജറ്റ് ചെലവുകളെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. റവന്യൂ റെസീറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റിലേക്ക് വരുന്ന പൈസ, ആ പൈസ ഗവൺമെന്റ് തിരിച്ചടയ്ക്കണ്ട എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റവന്യൂ റെസീറ്റ്സ് എന്ന് പറയുന്നു.
അത് നമ്മുടെ ഒരു ഷോർട്ട് ടേം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഡേ ടു ഡേ റെഗുലർ എക്സ്പെൻസുകൾ, നമ്മൾ സ്ഥിരമായിട്ട് നടന്നു പോകുന്ന ചെലവുകൾ വഹിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളിങ്ങനെ സർക്കാരിൽ നിന്ന് പൈസ വരുന്നുണ്ട്, സർക്കാരിലേക്ക് പൈസ വരുന്നുണ്ട്, റെഗുലർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പൈസയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റവന്യൂ റെസീറ്റ്സ് എന്നാ പറയുക. ഓക്കെ, ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? റെഗുലർ ആയിട്ടല്ല വരുന്നത്, ഒരു ലോങ് ടേമിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്യാപിറ്റൽ റെസീറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഷോർട്ട് ടേം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഒരു റെഗുലർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പൈസ ചെലവാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നു. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ലോങ് ടേം ആവശ്യത്തിന് വേണ്ടി പൈസ ചെലവാക്കുന്നതിനെ ക്യാപിറ്റൽ എന്ന് പറയുന്നുണ്ട്. അത് റവന്യൂ എന്ന് പറയുന്നത് ഷോർട്ട് ടേമും ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലോങ് ടേം. ഓർത്തിരിക്കുക. അപ്പം ഒരു ഷോർട്ട് ടേമിലേക്ക് വരുന്ന പൈസയാണെന്നുണ്ടെങ്കിൽ റവന്യൂ റെസീറ്റ്, ഒരു ലോങ് ടേമിലേക്ക് വരുന്ന പൈസയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ റെസീറ്റ്. ഷോർട്ട് ടേമിലേക്ക് ചെലവാക്കുന്ന പൈസയാണെന്നുണ്ടെങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ, ലോങ് ടേമിലേക്ക് ചെലവാക്കുന്നതാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ. അപ്പൊ ഇവിടെ റവന്യൂ എന്ന് പറയുന്നത് ഷോർട്ട് ടേമും ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലോങ്ങും. RSCL ഇത്ര ഒന്ന് ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രമാണ്. കൂടുതലേക്ക് നമുക്ക് ഡീറ്റെയിലിംഗിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞല്ലോ റവന്യൂ റെസീറ്റ്സ്, ക്യാപിറ്റൽ റെസീറ്റ് നമ്മൾ പറഞ്ഞല്ലോ, തൊട്ടു മുമ്പ് പറഞ്ഞല്ലോ റവന്യൂ റെസീറ്റ്സ്, ക്യാപിറ്റൽ റെസീറ്റ്. അപ്പൊ അത് എന്തൊക്കെയാ നമുക്ക് നോക്കാം. റവന്യൂ റെസീറ്റ്സ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ രാജ്യത്തേക്ക്, നമ്മുടെ സർക്കാരിലേക്ക് വരുന്ന പൈസയാണ്. ഈ പൈസ സർക്കാർ തിരിച്ചു കൊടുക്കേണ്ട ആർക്കും. ഓക്കെ, അതാണ് എന്ന് പറയുന്നത് റവന്യൂ റെസീറ്റ്സ് എന്ന് വെച്ചാൽ ഒരു നമ്മുടെ റെഗുലർ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും വരുന്നത്. അത് ഏതൊക്കെയാ? നമുക്ക് റെഗുലർ ആയിട്ട് വരുന്ന പൈസ, സർക്കാരിലേക്ക് റെഗുലർ ആയിട്ട് എല്ലാ മാസവും കൃത്യമായിട്ട് വരുന്ന പൈസയാണ് റവന്യൂ റെസീറ്റ് എന്ന് പറയുന്നത്. റവന്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ല റെഗുലർ, റെസീറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന പൈസ, റെഗുലർ ആയിട്ട് വരുന്ന പൈസയാണ് റവന്യൂ റെസീറ്റ്സ്. അത് രണ്ട് തരത്തിൽ വരുന്നുണ്ട്, ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ. നികുതിയിലൂടെയും വരുന്നുണ്ട്, നികുതി ഇതരമായിട്ടും വരുന്നുണ്ട്. അത് ഏതൊക്കെ നോക്കാം. നികുതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് രണ്ട് തരം നികുതി ഉണ്ട്, ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ് ഉണ്ട് അല്ലെ. ഇതിനകത്തുനിന്നെല്ലാം വരുന്ന പൈസയാണ് എന്തെന്ന് പറയുന്നത് റവന്യൂ റെസീറ്റ്സിനകത്ത്. ഉദാഹരണത്തിന് ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, വെൽത്ത് ടാക്സ്, എല്ലാവിധ ടാക്സുകളും, നമ്മുടെ രാജ്യത്തുള്ള എല്ലാവിധ ടാക്സുകളും എന്താണ്? റെഗുലർ ആയിട്ട് വരുന്നതാണ്. റെഗുലർ റവന്യൂ റെസീറ്റ്സ് റെഗുലർ ആയിട്ട് വരുന്നതുകൊണ്ട് റവന്യൂ റെസീറ്റ്സിനകത്താണ് എന്ത് വരുന്നത്? ഈ പറയുന്ന ടാക്സേഷൻ എന്ന് പറയുന്നത്. അതുപോലെ നോൺ ടാക്സ് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? പ്രോഫിറ്റ് ആൻഡ് ഡിവിഡന്റ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ സർക്കാർ ഒരു സ്ഥാപനം പ്രവർത്തിക്കുകയാണ്, നമ്മുടെ സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് വരുമാനം വരുന്നുണ്ട്. ഇപ്പൊ പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ രാജ്യത്ത് PSU, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഉണ്ട് അല്ലെ. ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങളുണ്ട്. ആ സർക്കാർ സ്ഥാപനങ്ങളിൽ നമുക്ക് സ്ഥിരമായിട്ട് പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ട്. ആ പ്രോഫിറ്റ് എങ്ങോട്ടാ പോകുന്നത്? ഗവൺമെന്റിലേക്ക് പോകുന്നത്. ഈ ഗവൺമെന്റിലേക്ക് ഈ വരുന്ന പൈസ തിരിച്ചു കൊടുക്കണോ? തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുക. അത് ലാഭമാണ് സർക്കാരിനുള്ളത്. അപ്പം അതിനെ നമ്മൾ എന്തെന്ന് പറയാം? ഈ റവന്യൂ റെസീറ്റ്സിനകത്ത് പറയാം. അതുപോലെ ഫീസ് ആൻഡ് ഫൈൻസ്, നമ്മുടെ ഗവൺമെന്റിലേക്ക് നമ്മൾ പലവിധ സർവീസുകൾക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ചെറിയ ചെറിയ ഫീസുകളുണ്ട്. അതുപോലെ തന്നെ ഫൈനുകൾ ഏർപ്പെടുത്തുന്നുണ്ട് ഗവൺമെന്റ്. ഇതെല്ലാം സർക്കാരിലേക്ക് വരികയാണ്. സർക്കാർ ആ പൈസ നമുക്ക് തിരിച്ചു തരുമോ? തിരിച്ചു തരത്തില്ല. അപ്പം അതും എന്താണ്? റവന്യൂ റെസീറ്റ്സ് റെഗുലർലി വരുന്നതാണ്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഗ്രാന്റുകൾ, നമ്മൾ പുറത്തു നിന്നൊക്കെ നമ്മൾ ഗ്രാന്റ് സ്വീകരിക്കുകയാണ്. നമ്മൾ മറ്റ് ഗവൺമെന്റ്, ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, ഇപ്പൊ യൂണിസെഫിന്നോ അങ്ങനെ ഏതെങ്കിലും ഓർഗനൈസേഷൻ ഗ്രാന്റ് സ്വീകരിക്കുകയാണ്. അത് സ്ഥിരമായിട്ട് വരുന്നതാണ്. അത് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട പൈസ അല്ല ഗ്രാന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതും എന്തിനകത്ത് വരുന്നു? റവന്യൂ റെസീറ്റിനകത്ത് വരുന്നു. അപ്പൊ റവന്യൂ റെസീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് സർക്കാരിലേക്ക് വരുന്ന പൈസയാണ്. അതുപോലെ തന്നെ ഈ പൈസ സർക്കാർ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ തന്നെയല്ല, ഇതൊരു ഷോർട്ട് ടൈം ആണ്. ഇത്രയും മൂന്ന് കാര്യങ്ങൾ ഓർത്തു വെക്കുക. റെഗുലർ ആയിട്ട് വരുന്നുണ്ട്, സർക്കാർ തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല, ഷോർട്ട് ടേമിലേക്കാണ് ഈ പൈസ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഏതൊക്കെ തരത്തിലുണ്ട്? ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ. ഇപ്പൊ ടാക്സ് റവന്യൂ എന്ന് പറയുമ്പോൾ എല്ലാ ടാക്സുകളും എന്തെന്ന് പറയുന്നത് റവന്യൂ റെസീറ്റ് ആണ്. നോൺ ടാക്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? നികുതി ഇതര വരുമാനം, പ്രോഫിറ്റ്, അതായത് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്. അതുപോലെ ഡിവിഡന്റുകൾ, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന മറ്റു രാജ്യങ്ങളിൽ കിട്ടുന്ന ഗ്രാന്റുകൾ. അതുപോലെ ഫീസ്, നമ്മൾ ചെറിയ സർക്കാരിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഫീസുകൾ കൊടുക്കാറുണ്ട്. ആ ഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന നോൺ ടാക്സ് റവന്യൂ ആണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു.
അടുത്തതാണ് ക്യാപിറ്റൽ റെസീറ്റ്. റെസീറ്റുകൾ രണ്ട് തരത്തിലുണ്ട്. റവന്യൂ റെസീറ്റ് നമ്മൾ പറഞ്ഞല്ലോ, ഇത് ഷോർട്ട് ടേമിലേക്ക് വരുന്നതാണ്, അതുപോലെ റെഗുലർ ആണ്. നമ്മൾ പറഞ്ഞല്ലോ തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞു. അതുപോലെ ക്യാപിറ്റൽ റെസീറ്റ് ഉണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറയുന്നത് ക്യാപിറ്റൽ റെസീറ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്കൊരു ലോങ് ടേം ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തേക്ക് ലോങ് ടേമിൽ വരുന്നതാണെന്ന് പറയുന്നത് ഈ പറയുന്ന ക്യാപിറ്റൽ റെസീറ്റ്. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലെ കാര്യം എടുക്കാന്ന് വിചാരിച്ചു. വീട്ടിലെ കാര്യം എടുക്കുമ്പോൾ നമ്മുടെ വീട്ടില് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. ഈ മെമ്പേഴ്സിനൊക്കെ സാലറീഡ് ആണെന്ന് വിചാരിക്കും. ഇവരെല്ലാം ശമ്പളമുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവരുടെ സാലറീസ് എല്ലാ മാസവും കൃത്യമായിട്ട് വരുന്നുണ്ട്, അല്ലെ? നമ്മൾ കൃത്യമായിട്ട് വന്നു പോകുന്നുണ്ട്. ഈ നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സിന് വരുന്ന സാലറി എന്ന് പറയുന്നത് എന്താണ്? ഒരു റവന്യൂ റെസീറ്റ് ആണ്. എല്ലാ മാസവും റെഗുലർ ആയിട്ട് വരുന്നതാണ്. ഷോർട്ട് ടൈമിലേക്ക് നമ്മൾ ഒരു മാസത്തേക്കുള്ള ചെലവിനുള്ള പൈസ അതിനകത്ത് കണ്ടെത്തുന്നത്. പിന്നെ നമ്മൾ വേറൊരു കാര്യം, നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് നമ്മളൊരു 50 ലക്ഷം രൂപ ലോൺ എടുക്കുകയാണ്, നമ്മുടെ വീട് വെക്കാൻ വേണ്ടി ലോൺ എടുക്കുകയാണ്. ഇതെന്ന് പറയുന്നത് ഒരു ലോങ് ടൈമിലേക്കാണ് വരുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ ലോൺ എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു വീട് വെക്കണം, അല്ലെ? ഈ വീട് വെച്ച് പിന്നീട് നമ്മൾ ഈ മറ്റൊരു ലോൺ എടുക്കുന്നത് ചിലപ്പോൾ 10-15 വർഷം കഴിഞ്ഞതിന് ശേഷമായിരിക്കാം മറ്റൊരു ഹോം ലോൺ എടുക്കുന്നത്. അപ്പൊ ഇതൊരു ലോങ് ടൈമിലേക്കാണ് ഈ പൈസ വരുന്നത്. അതുപോലെ തന്നെ ഒരു അസറ്റ് പർച്ചേസിന്റെ ഉദ്ദേശമുണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ ലോൺ എടുക്കുമ്പോൾ എന്താണ്, ലോങ് ടൈമിലേക്ക് നമ്മൾ ലോൺ എടുക്കുന്നു. ആ ലോൺ എന്തിനു വേണ്ടി എടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അസറ്റ് പർച്ചേസിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. ഇത്തരത്തിൽ നമ്മൾ പൈസ എടുക്കുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇതിനകത്ത് എന്തൊക്കെയാ വരുന്നത്? റിക്കവറി ഓഫ് ലോൺ വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സർക്കാർ ലോൺ കൊടുത്തു, നമ്മുടെ ഗവൺമെന്റ് മറ്റൊരു രാജ്യത്തിന് ലോൺ കൊടുത്തു. ലോൺ കൊടുക്കുമ്പോൾ എല്ലാ മാസവും നമുക്ക് എന്ത് ചെയ്യും? പലിശ കിട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ നമ്മളൊരു കാലാവധി തീരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മൾ 2010 ഒരു ലോൺ കൊടുക്കുന്നു, അതിന്റെ കാലയളവ് 20 വർഷമാണ്. അപ്പൊ 2030 ഈ ലോൺ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ 2010-നും 30-നും ഇടയ്ക്ക് ഇവരെന്ത് ചെയ്യും? ഇപ്പൊ നമ്മൾ ചൈനയ്ക്ക് ഒരു ലോൺ കൊടുത്തു, 1 ലക്ഷം രൂപയുടെ ലോൺ കൊടുത്തു. അപ്പൊ നമ്മൾ പറയാണ് 2030 ഈ ലോണിന്റെ കാലാവധി കഴിയും. അപ്പൊ 2010-നും 2030-നും ഇടയ്ക്ക് ചൈന എന്ത് ചെയ്യും? നമുക്ക് പലിശ തന്നുകൊണ്ടിരിക്കും. നമ്മൾ ലോൺ കൊടുക്കുമ്പോൾ ആ ലോണിന്റെ പലിശ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. 2030 ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? മുഴുവൻ തുകയും, മുതലും പലിശ ഉൾപ്പെടെ മുഴുവൻ തുകയും നമുക്ക് അടച്ചു തീരും, അല്ലെ? ആ മുഴുവൻ തുകയും അടച്ചു തീരുന്നതിനാണ് നമ്മൾ റിക്കവറി ഓഫ് ലോൺ എന്ന് പറയുന്നത്. ആ ലോൺ റിക്കവർ ആയി. അപ്പം അതെന്താണ്? ഒരു ക്യാപിറ്റൽ റെസീറ്റ് ആണ്. കാരണം ഒരു ലോങ് ടേമിന് ശേഷമാണ്, അതായത് 2010 നമ്മൾ കൊടുത്തിട്ട് 2030 നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടുന്നത്. അതൊരു ലോൺ ഡ്യൂറേഷൻ കഴിയുമ്പോഴാണ് നമുക്ക് ആ പൈസ കിട്ടുന്നത്. ഇത് പിന്നീട് കിട്ടുമോ ഈ പൈസ? ഇല്ല, 2030 ആകുമ്പോഴത്തേക്ക് സെറ്റിൽഡ് ആണ്. പക്ഷെ ടാക്സ് എങ്ങനെയാണോ? അല്ല, ടാക്സ് ഈ മാസം കിട്ടി, അടുത്ത മാസം കിട്ടി, ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇത് നമ്മുടെ ലോൺ റിക്കവറി എന്ന് പറയുന്നത് എല്ലാ വർഷവും നടക്കുന്ന കാര്യമാണോ? അല്ല, അത് കുറെ ഗ്യാപ്പിട്ട് വരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനം നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല എന്നൊരു ഘട്ടം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ പൈസക്ക് വിൽക്കുക ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു സ്റ്റീൽ ഫാക്ടറി ഗവൺമെന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇന്ത്യ ഗവൺമെന്റ് സ്റ്റീൽ ഫാക്ടറി, അതൊരു പ്രോഫിറ്റബിൾ ലെവലിലേക്ക് അല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ്, ഓക്കെ നമുക്കിത് അങ്ങ് വിറ്റേക്കാം. വിറ്റിട്ട് എന്ത് ചെയ്യണം? ഗവൺമെന്റ് ഭാരം ഒഴിവാക്കുക. അപ്പൊ ഒരു പ്രൈവറ്റ് വ്യക്തി വന്നിട്ട് ഈ ഗവൺമെന്റ് സ്ഥാപനം അങ്ങ് മേടിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പ്രൈവറ്റ് വ്യക്തി ഈ സർക്കാരിന് കുറച്ച് പൈസ കൊടുക്കും, അല്ലെ? ആ ക്യാഷ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ബാധ്യത കഴിയും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ ഒരു ആസ്തി വിറ്റിട്ട് പൈസ ആക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇതിന് മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ടേം കേൾക്കുമ്പോൾ പൈസ എവിടുന്ന് എങ്ങോട്ട് വരുന്നു, എത്ര കാലയളവിലേക്ക് വരുന്നു, എന്ത് ആവശ്യത്തിനാണ് വരുന്നത് എന്ന് മാത്രം ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ക്യാപിറ്റൽ ആണോ റവന്യൂ ആണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അസറ്റ് ഇതിനകത്ത് റിലേറ്റ് ചെയ്യുന്നില്ലേ? ഒരു അസറ്റ് കുറയുന്നില്ലേ? അല്ലെങ്കിൽ ഒരു അസറ്റ് കൂടുന്നു, അസറ്റ് കുറയുന്നു, ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുന്ന എല്ലാം ക്യാപിറ്റലാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഇപ്പൊ നമ്മുടെ അസറ്റ് കൂടുകയാണ്, അല്ലെങ്കിൽ അസറ്റിനകത്ത് എന്തെങ്കിലും വേരിയേഷൻ വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്യാപിറ്റലാണ്. അതുപോലെ ബോറോയിങ്സ്, നമ്മൾ കടം വാങ്ങുന്നത്, പ്രൊവിഡന്റ് ഫണ്ടുകൾ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊവിഡന്റ് ഫണ്ട് നമ്മൾ 30 വർഷത്തേക്കായിരിക്കും നമ്മൾ പ്രൊവിഡന്റ് ഫണ്ട് മേടിക്കുന്നത്. ആ പ്രൊവിഡന്റ് ഫണ്ട് 30 വർഷം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കും, ഇല്ല? അല്ലെ, പ്രൊവിഡന്റ് ഫണ്ട് നമ്മൾ വാങ്ങുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യുന്നത്? പൈസ കൂടുകയാണ്. അതുപോലെ ബോറോയിങ്സ്, ലോണ്, പൈസ വാങ്ങുകയാണ്. ഇതെല്ലാം ലോങ് ടൈമിലേക്കാണ് വാങ്ങുന്നത്. ഇതെല്ലാം തിരിച്ചു കൊടുക്കേണ്ടതുമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ അസറ്റിനകത്തും വേരിയേഷൻ വരുന്നുണ്ട്. ഒന്നുകിൽ അസറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിരിക്കാം,
ഇപ്പൊ നമ്മൾ എന്തിനാ ബോറോയിങ്സ് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ കടം വാങ്ങുന്നുണ്ടെന്ന് പറഞ്ഞ്. എന്തിനായിരിക്കും നമ്മൾ കടം വാങ്ങുന്നത്? ഒന്നുകിൽ നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ഒരു പണി നടത്തുന്നതിന് വേണ്ടി, നമ്മളൊരു ബിൽഡിംഗ് കെട്ടുന്നതിനോ, ഇല്ല റോഡിന്റെ കൺസ്ട്രക്ഷനോ, ഇല്ല റെയിൽവേയുടെ എന്തെങ്കിലും കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ നമ്മൾ പൈസ കടം വാങ്ങുക. അപ്പൊ അതെന്തിനകത്ത് വരും? ബോറോയിങ്സിനകത്ത് വരും. ഒരു അസറ്റ് ജനറേഷന് വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ റെസീറ്റ്. ആ ഡിഫറൻസ് മനസ്സിലാക്കുക. ക്യാപിറ്റൽ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലോങ് ടേമിലായിരിക്കും നമ്മൾ അതിന്റെ ഡീലിങ്സ് വരുന്നത്. അതുപോലെ തന്നെ നമ്മളത് റിട്ടേൺ കൊടുക്കണം. അതുപോലെ തന്നെ അസറ്റുമായിട്ട് റിലേഷൻ ഉണ്ട്. ഒന്നുകിൽ ഒരു അസറ്റ് വാങ്ങാനോ ഇല്ലെങ്കിൽ ഒരു അസറ്റ് നമ്മൾ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യാനോ ആയിരിക്കും നമ്മൾ ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറയുന്നത്. അതുപോലെ പ്രൊവിഡന്റ് ഫണ്ട്, PF അല്ലെ, നമ്മൾ കുറെ കാലത്തേക്ക് പൈസ സ്വീകരിക്കുകയാണ്, കുറെ കാലം കഴിഞ്ഞിട്ട് നമ്മൾ ഈ പൈസ തിരിച്ചു കൊടുക്കുകയാണ്. പിന്നെ റിക്കവറി ഓഫ് ലോണ്, നമ്മളൊരു ലോൺ കൊടുത്തതിന് ശേഷം 10 വർഷത്തിന് ശേഷം ആ ലോൺ നമ്മൾ തിരിച്ചു വാങ്ങുന്നു. ഇതിനെല്ലാം ഒരു ലോങ് ഡ്യൂറേഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്യാപിറ്റൽ റെസീറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ പോയിന്റ്സ് കൃത്യമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. നമുക്കിനി അടുത്തത് ബജറ്റ് എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് ബജറ്റ് റെസീറ്റ് ആണ് പഠിച്ചത് അല്ലെ. ബജറ്റിനകത്ത് നമുക്ക് റെസീറ്റ്, നമുക്ക് എങ്ങനെയൊക്കെ പൈസ വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അതിനെ ക്യാപിറ്റൽ റവന്യൂ റെസീറ്റ്സ് പറഞ്ഞു, ക്യാപിറ്റൽ റെസീറ്റ്. റവന്യൂ എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേമിലേക്കാണ്, ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറയുന്നത് ലോങ് ടേമിലേക്ക് വരുന്നതാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യുന്നത്? റെഗുലർ ആയിട്ട് വരുന്നതാണ്. ഇത് അതായത് റവന്യൂ റെസീറ്റ് എന്ന് വെച്ചാൽ റെഗുലർ ആണ്, ഇത് റെഗുലർ അല്ല എന്നല്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഇനി പഠിക്കാനുള്ളത് ബജറ്റ് എക്സ്പെൻഡിച്ചറിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ബജറ്റിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ പൈസ ചെലവാകുന്നു എന്നാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. അത് നമുക്ക് നോക്കാം, ഏതൊക്കെ തരത്തിൽ ചെലവാകുന്നു. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ തരത്തിൽ ചെലവാന്ന് വെച്ച് കഴിഞ്ഞാല് റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. അതായത് റവന്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? റെഗുലർ. അത് റെഗുലർ ആയിട്ട് എന്തൊക്കെ കാര്യത്തിന് ചെലവാകുന്നു, അത് സ്ഥിരമായിട്ട് നമ്മൾ എന്തിനൊക്കെ ചെലവാക്കണം. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ലോങ് ടേം ആവശ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് ചെലവാക്കുന്നു, അതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓർത്തിരിക്കുക, ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്യുക. റവന്യൂ എന്ന് പറഞ്ഞാൽ റെഗുലർ ആയിട്ടുള്ള ചെലവിനും, ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ആവശ്യത്തിന് വേണ്ടിയുള്ള ചെലവിനുമാണ്. ഓക്കെ, അതല്ല റവന്യൂ എന്ന് പറയുന്നത് അസറ്റ് ജനറേഷൻ ഒന്നും വരുന്നില്ല, അസറ്റ് നശിപ്പിക്കുകയോ പുതിയ അസറ്റ് വാങ്ങുകയോ ഒന്നും റവന്യൂവിനകത്ത് വരുന്നില്ല. പക്ഷെ ക്യാപിറ്റലിനകത്ത്, മൂലധനത്തിനകത്ത് ഒരു എന്ത് ചെയ്യുന്നു? ഒരു അസറ്റ് നിർമ്മിക്കുകയോ അസറ്റ് നശിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ 2 പോയിന്റ് മനസ്സിൽ ഓർത്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് നോക്കാം. റവന്യൂ എക്സ്പെൻഡിച്ചർ പറഞ്ഞ എന്താണ്? റെഗുലർ ആണ്, സ്ഥിരമായിട്ട് ചെലവാക്കുന്നതാണ്, ഷോർട്ട് ടൈം ആവശ്യത്തിനാണ്. ഇത്ര ഓർത്തിരിക്കുക. നമുക്ക് ഓരോന്ന് നോക്കാം. ഒന്നാമത്തത് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ലോൺ എടുക്കുന്നപ്പോൾ ലോണിന്റെ പലിശ കൊടുക്കുക. ഇപ്പൊ നമ്മൾ വീട്ടിലെല്ലാം ചെയ്യുന്നതാണ് അല്ലെ. നമ്മൾ പലിശക്ക് പൈസ ലോണായിട്ട് നമ്മൾ എവിടെന്നെങ്കിലും എടുക്കും അല്ലെ, അല്ലെങ്കിൽ നമ്മളൊരു ഒരു ലോക്കൽ മണി ലെൻഡറിന്റെ കയ്യിൽ നമ്മൾ പൈസ പലിശക്ക് വാങ്ങുക ചെയ്യുന്നത്. നമ്മളിപ്പോ ഒരു വലിയൊരു തുക, ഒരു 2 ലക്ഷം രൂപ നമ്മൾ പലിശക്ക് വാങ്ങുന്നു ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന്. വാങ്ങിച്ചു കഴിയുമ്പോൾ എന്തിനാ? മാസം നമ്മൾ കൃത്യമായിട്ട് പലിശ കൊടുത്തോണ്ടിരിക്കണം ഇല്ല, നമ്മൾ എല്ലാ മാസവും കൃത്യമായിട്ട് പലിശ കൊടുക്കണം. അതാണ് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സർക്കാരിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ്. സർക്കാരിന്റെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് വേറൊരു രാജ്യത്ത്, ഇപ്പൊ US നിന്ന് കുറച്ച് പൈസ ലോൺ എടുത്തു, അല്ലെന്നുണ്ടെങ്കിൽ വേൾഡ് ബാങ്കിൽ നിന്ന് വലിയൊരു തുക ലോൺ എടുത്തു. ലോൺ എടുത്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ എല്ലാ മാസവും ഈ വേൾഡ് ബാങ്കിനോ അല്ലെങ്കിൽ ഏത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ലോൺ എടുത്തത് അവർക്ക് നമ്മൾ കൃത്യമായിട്ട് പലിശ കൊടുക്കണം. ഈ മാസം കൊടുത്തു, അടുത്ത മാസം കൊടുത്തു, അങ്ങനെ എല്ലാ മാസവും കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പലിശ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അപ്പൊ ആ പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ റെഗുലർ ആയിട്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ റവന്യൂ എക്സ്പെൻഡിച്ചറിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറയുന്നത് പേയ്മെന്റ് ഓഫ് സാലറീസ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? സർക്കാർ ഉദ്യോഗസ്ഥർ, നമുക്കറിയാം അല്ലെ, ഒരുപാട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്യുന്നുണ്ട് പല തലങ്ങളിലായിട്ട് അല്ലെ. ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, സിവിൽ സർവീസിൽ ജോലി ചെയ്യുന്നുണ്ട്, സാധാരണ ഗവൺമെന്റ് സർവീസ് ഉണ്ട് ഇല്ലെ, അങ്ങനെ പലതരത്തിലുള്ള ഗവൺമെന്റ് സർവീസ് ഉണ്ട്. ഇവർക്കെല്ലാം സാലറി കൊടുക്കണം. എല്ലാ മാസവും കൃത്യമായിട്ട് മുടങ്ങാതെ ശമ്പളം കൊടുക്കണം. അത് റെഗുലർ പേയ്മെന്റ് ഓഫ് സാലറീസ്. റെഗുലർ എന്ന് പറയുമ്പോൾ എന്താ? റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പൊ നാളെ പരീക്ഷയ്ക്ക് മറ്റൊരു ചോദ്യം വരാം. പേയ്മെന്റ് ഓഫ് സാലറി എന്ന് പറയുന്നത് ഏത് ബജറ്റിനകത്ത് വരുന്നതാണ്? റവന്യൂ ബജറ്റ് ആണോ ക്യാപിറ്റൽ ബജറ്റ് ആണോ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ മൂലധന ബജറ്റ് ആണോ റവന്യൂ ബജറ്റ് ആണോ? അപ്പൊ നമ്മൾ ഓർക്കണം, പേയ്മെന്റ് ഓഫ് സാലറി. സാലറി എന്ന് പറയുമ്പോൾ സാലറി എല്ലാ മാസം കൊടുക്കുന്നതാണ്, റെഗുലർ ആയിട്ട് കൊടുക്കുന്നതാണ്, അതുകൊണ്ട് റവന്യൂ ആണ്. അപ്പൊ അതുകൊണ്ട് റവന്യൂ ബജറ്റ് ആണ്.
ഇങ്ങനെ ഓർത്തിരിക്കണം. അതിന്റെ പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിന് പലിശ കൊടുക്കുന്നത് ഏത് ബജറ്റിനകത്ത് വരുന്നു? റവന്യൂ ബജറ്റ് ആണോ ക്യാപിറ്റൽ ബജറ്റ് ആണോ? അപ്പൊ നമ്മൾ ആലോചിക്കുക, പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ മാസവും കൊടുക്കേണ്ടതാണ്, റെഗുലർ ആയിട്ട് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് എന്താണ്? റവന്യൂ ആണ്, റവന്യൂ ബജറ്റിനകത്ത് വരും. ഇങ്ങനെ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ പെൻഷൻ കൊടുക്കുന്നത് നമ്മളുടെ റിട്ടയർഡ് ആയ എംപ്ലോയീസ്, നമ്മുടെ ഗവൺമെന്റിന് വേണ്ടി സെർവ് ചെയ്ത റിട്ടയർഡ് എംപ്ലോയീസിന് പെൻഷൻ കൊടുക്കുക. ഇതും എന്താണ്? എല്ലാ മാസവും കൃത്യമായിട്ട് നിർവഹിക്കേണ്ട ഒരു ചുമതലയാണ് അല്ലെ. റെഗുലർ ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് റവന്യൂ ആണ്, റവന്യൂ ബജറ്റിനകത്ത് വരും. എന്തെന്ന് പറയുന്നത്? പെൻഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഗ്രാന്റ് ആൻഡ് സബ്സിഡീസ്, നമ്മളുടെ രാജ്യം ഏതെങ്കിലും രാജ്യങ്ങൾക്ക് അവരുടേതായ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഗ്രാന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? അതും റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഗ്രാന്റ് സ്വീകരിക്കുന്നത് റവന്യൂ റെസീറ്റ് ആണ് എന്ന് പറയുന്ന പോലെ നമ്മൾ ഗ്രാന്റ് കൊടുക്കുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. സ്ഥിരമായിട്ട് കൊടുക്കണം, റെഗുലർ ആയിട്ട് കൊടുക്കണം. അതുകൊണ്ട് അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. സബ്സിഡീസ്, നമ്മൾ സബ്സിഡി കൊടുക്കുന്നു, പല കാര്യങ്ങൾക്ക് സബ്സിഡി കൊടുക്കുക അല്ലെ. കൃഷിയായിട്ട് ബന്ധപ്പെട്ട് സബ്സിഡി കൊടുക്കുന്നുണ്ട്, വളങ്ങളുടെ വിത്തുകൾ വാങ്ങുന്നതിനും ഒക്കെ നമ്മൾ സബ്സിഡി കൊടുക്കാറുണ്ട് അല്ലെ. നമ്മളിപ്പോ കാർഷിക ലോൺ എടുക്കുമ്പോൾ കാർഷിക ലോൺ ഇത്ര ശതമാനം നമ്മൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ സബ്സിഡി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കേണ്ട ഒന്നാണ് ഗവൺമെന്റ് അല്ലെ. അപ്പൊ സ്ഥിരമായിട്ട് എന്ന് പറയുമ്പോൾ റെഗുലർ ആയിട്ട് എന്ന് പറയുമ്പോൾ റവന്യൂ. ക്ലിയർ ആവുന്നുണ്ടോ? ഓർത്തിരിക്കാനുള്ള ഒരു ടെക്നിക്ക് മനസ്സിലായല്ലോ. അതുപോലെ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് സർവീസസ്, നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസത്തിനും ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ചെലവാക്കുന്ന അതും റവന്യൂ ആണ്, റെഗുലർ ആണ്. അതുപോലെ ഡിഫൻസ് സർവീസസ്, നമ്മുടെ പ്രതിരോധ വകുപ്പിലേക്ക് നമ്മൾ പൈസ കൊടുക്കുന്നത്, അതും ചെലവഴിക്കുന്നത്. പ്രതിരോധ വകുപ്പിൽ എന്തൊക്കെ കാര്യത്തിന് ചെലവഴിക്കാറുണ്ടല്ലേ. പ്രതിരോധ വകുപ്പിൽ നമ്മുടെ ഈ ആർമി കീപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെലവ്, എന്തുമാത്രം ചെലവ് വരുന്നുണ്ട്. അവരുടെ ശമ്പളം ഉൾപ്പെടെ, അവരെ പോസ്റ്റ് ചെയ്യുന്നിടത്ത് ആ എക്സ്പെൻഡിച്ചർ ഉൾപ്പെടെ നമുക്ക് വരുന്നുണ്ട്. ഇത് റെഗുലർ ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? റെഗുലർ ആയിട്ട് സംഭവിക്കുന്നതാണ്. ഇവിടെ നമുക്കൊരു അസറ്റ് പർച്ചേസ് നോക്ക്, നമ്മൾ ഇത്രയും പരിഗണിച്ചല്ലേ. പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ്, പേയ്മെന്റ് ഓഫ് സാലറീസ്, പെൻഷൻ, ഗ്രാന്റ്, സബ്സിഡി, എഡ്യൂക്കേഷൻ, ഹെൽത്ത് സർവീസസ്, ഡിഫൻസ് സർവീസ്, ഇത്രയും നമ്മൾ നോക്കിയതിനകത്ത് എവിടെയെങ്കിലും നമ്മൾ ഒരു അസറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടോ? എവിടെയെങ്കിലും രാജ്യത്തിന്റെ ഒരു അസറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? എങ്ങും ഒരു അസറ്റ് ജനറേഷൻ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നമുക്കൊരു അസറ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടാകാം, ഇല്ലെങ്കിൽ ഒരു അസറ്റ് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാകാം. അതായത് ഒരു അസറ്റ് അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കണം. ഒരു അസറ്റിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കുന്ന ലോങ് ടേം ആയിട്ടുള്ള പൈസയാണ്, അതിനെയാണ് നമ്മൾ എന്തിന് പറയുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്ത് പറയുന്നത്. എന്തൊക്കെയാണ്? അത് ലോങ് ടേമിലുള്ളതായിരിക്കണം. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലേക്ക് ലോൺ എടുക്കുകയാണ് അല്ലെ. നമ്മൾ ലോൺ എടുത്ത തുക നമ്മുടെ 50 ലക്ഷം രൂപ ലോൺ എടുക്കുന്നു വീട് വെക്കാൻ വേണ്ടിയിട്ട്. ആ 50 ലക്ഷം രൂപ മുടക്കി നമ്മളൊരു വീട് വെക്കുന്നു. അത് എന്ത് എക്സ്പെൻഡിച്ചർ ആണ്? അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. എന്ന് പറയുന്നത് പോലെ നമ്മളുടെ രാജ്യത്ത് ഒരു അസറ്റ് ക്രിയേഷന് വേണ്ടിയിട്ട് നമ്മളൊരു ലോങ് ടേമിലേക്ക്, ഒരു ലോങ് ഡ്യൂറേഷനിലേക്ക് നമ്മൾ ചെലവാക്കുന്ന തുകയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തത് കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്. നമ്മുടെ രാജ്യത്ത് റോഡ് നിർമ്മാണം, ഹൈവേ വികസനം, ഇതിനൊക്കെ നമ്മൾ ചെലവാക്കുന്ന തുക എന്താണ്? നമ്മൾ കുറെ പൈസ ചെലവാക്കുന്നുണ്ട്, പൈസ എക്സ്പെൻഡിച്ചർ ആവുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? റോഡ് നിർമ്മാണം. ഈ റോഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അസറ്റ് ആണ്. അപ്പൊ അസറ്റിന്റെ നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ പൈസ ചെലവാക്കുന്നതിനെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ബ്രിഡ്ജസ്, നമ്മുടെ നാട്ടില് പാലങ്ങൾ പണിയണം. പാലങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അതൊരു അസറ്റ് ആണ്. ഒരു അസറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസ ചെലവാക്കുന്നു, എക്സ്പെൻഡിച്ചർ ഉണ്ടാവുന്നു, അത് ക്യാപിറ്റൽ. അതുപോലെ ബിൽഡിങ്സ്, നമ്മുടെ രാജ്യത്ത് ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടല്ലോ. ഈ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ പൈസ ചെലവാക്കുന്നു, അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. മനസ്സിലാവുന്നുണ്ട്? ഇവിടെ എല്ലാം അസറ്റുകളാണ്. റോഡ് എന്ന് പറയുന്നത്, ബിൽഡിംഗ് എന്ന് പറയുന്നത്, അതുപോലെ ബ്രിഡ്ജസ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ട്രെയിന് അല്ലെ, മെട്രോ, ഇതെല്ലാം എന്ന് പറയുന്നത് അസറ്റ് ആണ്. അസറ്റിന്റെ നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചാൽ ആ ചെലവിനെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതുപോലെ പർച്ചേസ് ഓഫ് ലാൻഡ് ആൻഡ് മെഷീനറി. ഇപ്പൊ ഗവൺമെന്റിന്റെ ഒരു വലിയൊരു ഫാക്ടറി നമുക്ക് പണിയണം. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഫാക്ടറി പണിയുള്ള സ്ഥലം കണ്ടെത്തണം. ആ സ്ഥലം വാങ്ങാൻ മുടക്കുന്ന പൈസ അതെന്താണ്? ഒരു അസറ്റിന് വേണ്ടിയല്ലേ നമ്മൾ മുടക്കുന്നത്, അത് ക്യാപിറ്റൽ ആണ്.
ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷെയർ മാർക്കറ്റിൽ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ലോങ് ടേമിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അതുപോലെ ലോൺസ് ടു സ്റ്റേറ്റ്സ് ആൻഡ് ഫോറിൻ ഗവൺമെന്റ്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ്, ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് ആർക്ക്? സ്റ്റേറ്റ് ഗവൺമെന്റിന് പൈസ കൊടുക്കുകയാണ്. സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് നമ്മൾ പൈസ കൊടുക്കുകയാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ലോങ് ടേമിലേക്കാണ് കൊടുക്കുന്നത്. അപ്പം അതും എന്താണ്? ഈ പറയുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. റീപേയ്മെന്റ് ഓഫ് ലോൺസ്. നമ്മളൊരു ലോൺ എടുത്തു. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമ്മൾ ചൈനയിൽ നിന്ന് ലോൺ വാങ്ങിച്ചു. നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടി. പൈസ കിട്ടി കഴിയുമ്പോൾ നമ്മൾ എന്താണ്? എല്ലാ മാസവും നമ്മൾ പലിശ കൊടുത്തുകൊണ്ടിരിക്കണം ചൈനയ്ക്ക്. നമ്മൾ എല്ലാ മാസവും പലിശ കൊടുത്തുകൊണ്ടിരിക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ്. അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, പലിശ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പൈസ കൊടുത്ത് ആ ഡ്യൂറേഷൻ ആകുമ്പോഴത്തേക്ക് നമ്മൾ പൂർണ്ണമായിട്ടും മൊത്തവും ലോണും തീർന്നിരിക്കും. അതിനാണ് നമ്മൾ റീപേയ്മെന്റ് എന്ന് പറയുന്നത്. ആ റീപേയ്മെന്റ് എന്ന് പറയുമ്പോൾ മൊത്തവും കൊടുത്തു തീർന്നല്ലോ, ഒരു ലോങ് ടേമിന് ശേഷം മൊത്തവും കൊടുത്തു തീർന്നല്ലോ. അപ്പൊ അതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? എക്സ്പെൻഡിച്ചർ നമ്മൾ റെസീറ്റ് ഉണ്ട്, എക്സ്പെൻഡിച്ചർ ഉണ്ട്. റെസീറ്റിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: റവന്യൂ റെസീറ്റ്സ്, ക്യാപിറ്റൽ റെസീറ്റ്. അതായത് നമ്മുടെ ഷോർട്ട് ടേമിലേക്ക് നമ്മുടെ രാജ്യത്തേക്ക് റെഗുലർ ആയിട്ട് വരുന്ന പൈസയാണ് റവന്യൂ റെസീറ്റ്സ്. ലോങ് ടേമിലേക്ക് നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന പൈസയാണ് ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ വരുന്നു. അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഷോർട്ട് ടേമിലേക്ക് ചെലവാക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ റെഗുലർ ആയിട്ട് ചെലവാക്കുന്നതിനാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഒരു അസറ്റ് വാങ്ങുന്നതിനോ ഒരു അസറ്റ് നിർമ്മിക്കുന്നതിനോ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന പൈസയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പോയിന്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ക്യാപിറ്റൽ ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ബജറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ക്യാപിറ്റൽ റെസീറ്റ്സ് പ്ലസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതുപോലെ തന്നെ റവന്യൂ ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? റവന്യൂ റെസീറ്റ്സ് പ്ലസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇത്രയാണ് ക്യാപിറ്റൽ ബജറ്റ്. അതുപോലെ തന്നെ റവന്യൂ ബജറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള കമ്പോണൻസ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്, ഇതിനെ നമ്മളൊരു ലോജിക്ക് വെച്ച് നമ്മൾ ഓർത്ത് ഇത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അത് റവന്യൂ ആണോ ക്യാപിറ്റൽ ആണോ. അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. നമുക്കിനി ചോദ്യത്തിലേക്ക് ഒന്ന് പോകാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിനി ചോദ്യം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം കൃത്യമായിട്ട്. ഇവിടെ നോക്കുക, ഇനി പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ സർക്കാരിന്റെ മൂലധന ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൂലധന ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ക്യാപിറ്റൽ ബജറ്റ് ആണ് അല്ലെ? ക്യാപിറ്റൽ ബജറ്റ് ആണ്. ക്യാപിറ്റൽ ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിനകത്ത് ക്യാപിറ്റൽ ബജറ്റിനകത്ത് എന്തൊക്കെ വരുന്നു? ക്യാപിറ്റൽ ഞാൻ ഇവിടെ എഴുതാൻ നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ക്യാപിറ്റൽ ബജറ്റ് അതിനകത്ത് എന്തൊക്കെ വരാറുണ്ട്? ക്യാപിറ്റൽ റെസീറ്റ്സ് വരാറുണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരാറുണ്ട്. ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലോങ് ടേമിലേക്ക് നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന പൈസയാണ് ഇല്ലേ? ലോങ് ടേമിലേക്ക് നമ്മുടെ ഗവൺമെന്റിലേക്ക് വരുന്ന പൈസയാണ് ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ലോങ് ടേമിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാനോ വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്ന തുകയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ബാക്കി നോക്കാം. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം. റോഡുകൾ, കെട്ടിടങ്ങൾ, യന്ത്ര സാമഗ്രികൾ തുടങ്ങിയ ആസ്തികൾ ഏറ്റെടുക്കുന്നതിനുള്ള ചെലവ്. നമ്മൾ പറഞ്ഞല്ലോ, റോഡുകളും കെട്ടിടങ്ങളും യന്ത്രങ്ങളും എല്ലാം എന്താണ്? ആസ്തിയാണ് അല്ലെങ്കിൽ അസറ്റ് ആണ്. അതായത് അസറ്റ് ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പൈസ ചെലവാക്കുന്നത് അത് ഏതാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ നമുക്ക് പറയാമല്ലോ അത് മൂലധന ബജറ്റിനകത്ത് വരുന്നതാണെന്ന് നമുക്ക് പറയാമല്ലോ. ഇപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, മൂലധന ബജറ്റിനകത്ത് വരുന്നുണ്ടല്ലോ. രണ്ടാമത്തത് വിദേശ ഗവൺമെന്റുകളിൽ നിന്ന് ലഭിച്ച വായ്പകൾ. മറ്റ് ഗവൺമെന്റിൽ നിന്ന് ലഭിച്ച വായ്പകൾ. നമുക്കറിയാം വായ്പ എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? വായ്പ എന്ന് പറയുന്നത് ഒരു ലോങ് ടേമിലേക്ക് കിട്ടുന്നത്, ഇത് സ്ഥിരമായിട്ട് കിട്ടുന്നതല്ല, ഒരു ലോങ് ടേമിലേക്കായിരിക്കും വായ്പ. തന്നെയല്ല നമ്മൾ വായ്പ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമ്മളുടെ ഒരു പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഒന്നുകിൽ വല്ല റോഡ് നിർമ്മിക്കാനോ ഇല്ലെങ്കിൽ പാലം നിർമ്മിക്കാനോ വേണ്ടിയിട്ടായിരിക്കുമല്ലോ നമ്മൾ ലോൺ എടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ്? അത്
നമ്മൾ ലോങ് ടേമിലേക്കോ അസറ്റിനായിരിക്കുമല്ലോ നമ്മൾ ലോൺ എടുക്കുന്നത്. അപ്പൊ അത് ക്യാപിറ്റൽ റവന്യൂ ആണ്. അത് റവന്യൂ സോറി ക്യാപിറ്റൽ റെസീറ്റ് ആണ്. നമ്മൾ വാങ്ങുന്ന പൈസയാണ്, ലോൺ അല്ലേ, ഒരു ലോങ് ടൈമിലേക്കല്ലേ, അപ്പൊ അത് ക്യാപിറ്റലും കൂടെ വരും. അപ്പൊ അത് ക്യാപിറ്റൽ റെസീറ്റ് ആണ്. അപ്പൊ രണ്ടാമത്തതും എന്തിനകത്ത് വരും? മൂലധന ബജറ്റിനകത്ത് വരും. അതുപോലെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അനുവദിച്ച വായ്പകളും അഡ്വാൻസുകളും. അപ്പം നമ്മൾ ആലോചിക്കുക, ഇവിടെ എന്താണ്, നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്. ആ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ലോൺ കൊടുക്കുന്നു. ഓക്കെ, ലോൺ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു ലോങ് ടേമിലേക്കായിരിക്കും ലോൺ കൊടുക്കുന്നത്. ആ ലോൺ എന്തായിരുന്നു? നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി വലിയൊരു ലോങ് ടേമിലേക്ക് വേണ്ടി കൊടുക്കുന്ന പൈസ എന്ന് പറയുമ്പോൾ അത് എക്സ്പെൻസ് ആണ്, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ആണ്. ഒരു ലോങ് ടേമിലേക്കാണ് കൊടുക്കുന്നത്, അപ്പൊ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ മൂന്നാമത്തത് എന്തിനകത്ത് വരും? മൂലധന ബജറ്റിനകത്ത് വരും. അപ്പൊ 1 വരുന്നു, 2 വരുന്നു, 3 വരുന്നു. അപ്പൊ 1, 2, 3 വരുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ പോർഷൻ ചെറിയ തോതിൽ കൺഫ്യൂഷൻ വരാൻ ചാൻസ് വളരെ കൂടുതലുള്ള ഒരു ഏരിയ ആണ് പറഞ്ഞത്. അതായത് ആ ക്യാപിറ്റൽ, ഈ ഡയഗ്രം നിങ്ങൾ നന്നായിട്ട് ഓർത്ത് വെക്കുക. നമുക്ക് ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ബജറ്റ് എന്ന് പറയുന്നത് പൈസ വരുന്നതും പൈസ പോകുന്നതും. പൈസ വരുന്നതിന് നമ്മൾ റെസീറ്റ് എന്ന് പറയുന്നുണ്ട്, പൈസ പോകുന്നതിന് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നുണ്ട്. പൈസ പല രീതിയിൽ വരുന്നുണ്ട് അല്ലെ? ഏതൊക്കെ രീതി? നമ്മൾ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പൈസയുണ്ട്, ഒരു ലോങ് ടൈമിലേക്ക് വരുന്ന പൈസയുണ്ട്. അതുപോലെ പൈസ പോകുന്നത് എങ്ങനെ? സ്ഥിരമായിട്ട് നമ്മൾ ചെലവാക്കുന്നുണ്ട്, നമ്മൾ ലോങ് ടൈമിലേക്ക് ചെലവാക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ക്യാപിറ്റൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓർത്തിരിക്കേണ്ടത് ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അസറ്റ് നശിപ്പിച്ചിട്ട് കിട്ടുന്ന പൈസ ആയിരിക്കും എന്നതാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ഉദാഹരണത്തിന് അസറ്റ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സംഗതി പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നത്? സർക്കാരിന്റെ ഒരു അസറ്റ് മറ്റൊരാൾക്ക് വിൽക്കുകയാണ്. വിൽക്കുമ്പോൾ പൈസ കിട്ടുന്നു, പൈസ കിട്ടി, റെസീറ്റ്, അസറ്റ് വിറ്റു, അതുകൊണ്ട് ക്യാപിറ്റൽ. അപ്പൊ ക്യാപിറ്റൽ റെസീറ്റ്. ഇങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ലോജിക്കലി നിങ്ങൾ ഈ സാധനം പഠിക്കുക. ഇതൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമല്ല. ക്യാപിറ്റൽ റെസീറ്റിനകത്തും റവന്യൂ റെസീറ്റിനകത്ത് എന്തൊക്കെ വരാം, അതിന്റെ ഒരു ഐഡിയ നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഏത് സാധനം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏത് ബജറ്റിനകത്ത് വരുന്നു. ബേസിക്കലി ഇത് ലോജിക്ക് മനസ്സിലാക്കുക, അതിന്റെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട. ഈ പറയുന്ന ഈ സാധനങ്ങളൊന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട. ബൈഹാർട്ട് ചെയ്താൽ മറന്നുപോകും. ആ ഐഡിയ മാത്രം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ബാക്കി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് ഒരിക്കലും നിങ്ങൾക്ക് പോകത്തില്ല. ഇപ്പൊ ഇതൊരു UPSC ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സ്വാഭാവികമായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ UPSC എന്നുള്ള സംഭവങ്ങൾ എടുത്ത് ഇൻസ്പയർ ചെയ്തിട്ട് PSC-ക്കാർ സാധാരണ ചോദിക്കാറുണ്ട്. അത് റാങ്ക് മേക്കിംഗ് സെറ്റപ്പിൽ അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക് എന്നുള്ള രീതിയിലേക്ക് സാധാരണ വരാറുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് ഈ ടോപ്പിക്ക് നന്നായിട്ടൊന്ന് റെഫർ ചെയ്ത് പോലെ നമ്മുടെ നോട്ട്സ് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിനകത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ വീഡിയോ എല്ലാവരും നന്നായിട്ട് കാണുക. കണ്ടതിന് ശേഷം എല്ലാവരും പഠിക്കുക. പിന്നെ വീഡിയോയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് കമന്റ് ആയിട്ട് നമ്മളോട് പറയുക. അതുപോലെ തന്നെ ഈ വീഡിയോ കൂടുതൽ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നല്ലൊരു സപ്പോർട്ട് നിങ്ങൾ തരണം. അപ്പം എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിച്ച് എല്ലാവരും നല്ല ലെവലിലേക്ക് എത്തുക. എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.